നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂളാണ്. ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഫങ്ഷൻ എക്സിന്ന് വൈയിലേക്കുള്ള ഒരു ഫങ്ഷൻ. എന്നിട്ട് ഈ ഫങ്ഷൻ ഈ എക്സിന് ഒരു അതായത് ഈ ഡൊമൈനിനും കോഡൊമൈനിനും ടോപ്പോളജിക്കൽ സ്പേസസ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ഫങ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത് എപ്പം എന്നതായിരുന്നു നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്. ഇനി ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫങ്ഷൻ തരും എഫ് ഫ്രം എക്സ് ടു വൈ. ഇവിടെ എക്സിൽ ഒരു ടോപ്പോളജി തരും, ടോ തരും. എന്നിട്ട് ഈ ഫങ്ഷൻ കണ്ടിന്യൂസ് ആകത്തക്ക രീതിയിൽ വൈയിൽ ഒരു ടോപ്പോളജി യു നമ്മൾ ഡിഫൈൻ ചെയ്യണം. അങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അതുപോലെ തന്നെ വൈയിൽ ഒരു ടോപ്പോളജി തരും, വൈയിലൊരു ടോപ്പോളജി യു തരും. അങ്ങനെയാണെങ്കിൽ ഈ എഫ് എക്സ് വൈയിലേക്കുള്ള ഈ എഫ് കണ്ടിന്യൂസ് ആകത്തക്ക രീതിയിൽ എക്സിൽ ഒരു ടോപ്പോളജി ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനെ കുറച്ചും കൂടി നമ്മൾ ജനറലൈസ് ചെയ്യുന്നു. ജനറലൈസ് ചെയ്തിട്ട് ഞാൻ എന്താക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ വൈഐകൾ ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ ഒരു വൈയേ ഉള്ളൂ, അതിന് പകരം കുറേ വൈഐകൾ y1 y2 എക്സെട്ര yn. ഓരോ വൈയിലും ഓരോ ടോപ്പോളജി ടോ വൈ ഉണ്ട്. അതായത് y1 ടോ 1, y2 ടോ 2 ഇങ്ങനെ ഉണ്ട്. എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിന്ന് വൈയിലേക്കുള്ള ഫങ്ഷൻസ് അതിനെ ഞാൻ F1 എന്ന് വിളിക്കുന്നു. F1 എക്സിന്ന് y1ലേക്ക്, F2 എക്സിന്ന് y2ലേക്ക്, ഇങ്ങനെ ഒരു കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് Fi ഉണ്ട്. ഈ എല്ലാ Fiകളും കണ്ടിന്യൂസ് ആകത്തക്ക രീതിയിൽ ഈ എക്സിൽ ഒരു ടോപ്പോളജി ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രോബ്ലം. ഇനി വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ നേരെ റിവേഴ്സ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വൈന്ന് എക്സിലേക്കാണ് ഫങ്ഷൻ. വൈയിൽ ടോവൈസ് ഉണ്ട്, ടോപ്പോളജീസ് ഉണ്ട്. എക്സിൽ നമുക്കൊരു ടോപ്പോളജി ഡിഫൈൻ ചെയ്യണം. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എല്ലാ Fiസും കണ്ടിന്യൂസ് ആവണം. എല്ലാ Fiസും കണ്ടിന്യൂസ് ആവുന്ന തരത്തിൽ ഇവിടെ ഒരു ടോപ്പോളജി ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എക്സാമ്പിൾ എടുക്കാം, ഈ പ്രോബ്ലം എടുക്കാം. ഈ പ്രോബ്ലത്തിൽ വൈയിൽ ഒരു ടോപ്പോളജീസ് ടോ വൈ ഉണ്ട്. ഇവിടെ എക്സ് ആണ്, നമുക്ക് എക്സിലാണ് ഒരു ടോപ്പോളജി കിട്ടേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചൊരു റിസൾട്ട് ഉണ്ട്. എന്തായിരുന്നു അത്? എക്സിൽ ഏതോ ഒരു ടോപ്പോളജി വെച്ച് കഴിഞ്ഞാൽ ഈ ഫങ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. വൈ എന്തോ ആവട്ടെ, എക്സിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പോളജി വെച്ച് കഴിഞ്ഞാൽ ഈ Fi കണ്ടിന്യൂസ് ആയിരിക്കും. അതേതായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കുറച്ച് മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിന് നിങ്ങൾ ഈ ഫങ്ഷൻ്റെ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ എടുത്ത് നോക്കിയാൽ മതി. കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ എന്താ? ഇൻവേഴ്സ് ഇമേജ് ഓഫ് ഓപ്പൺ സെറ്റ്സ് ആർ ഓപ്പൺ. ഇവിടെ ഒരു സബ്സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഇവിടെ ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ അതിന് ഇവിടെ എക്സിൽ എന്ത് കൊടുത്താലാണ് എപ്പോഴും ഇത് കണ്ടിന്യൂസ് ആവുക ചോദിച്ചാൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഫൈയും എക്സും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. അതായത് ഈ ടോപ്പോളജി ഏതാ? ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി. അപ്പോൾ എക്സിൽ ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി കൊടുത്താൽ എല്ലാ Fiസും കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് ഉറപ്പായി. അപ്പോൾ അങ്ങനെ ഒരു ടോപ്പോളജി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പായി. ഇനി എക്സിൽ ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി അല്ലാതെ വേറെ ഏതെങ്കിലും ടോപ്പോളജി കൊടുത്തിട്ട് ഈ Fiസിനെ കണ്ടിന്യൂസ് ആക്കാൻ പറ്റുമോ? എല്ലാ Fiസിനെയും കണ്ടിന്യൂസ് ആക്കാൻ പറ്റുമോ? അതാണ് അടുത്ത ചോദ്യം. അപ്പം നമുക്കറിയാം, ഒരു സപ്പോസ് എക്സിൽ ഞാൻ ഒരു ടോ 1 ഇടുന്നു. ഈ ടോ 1ൽ സപ്പോസ് ചെയ്യുക Fis എല്ലാം കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോ 1നേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ടോ 2, ഫൈനർ ആയിട്ടുള്ള ടോ 2 എടുത്താൽ ആ ടോ 2ൽ Fi കണ്ടിന്യൂസ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമോ? അതെങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക?
നമുക്കറിയാം ടോ 1 കണ്ടിന്യൂസ് ആണ്. ടോ 1 കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവേഴ്സ് ഇമേജ് ഓഫ് ഓപ്പൺ സെറ്റ്സ് ഒക്കെ ഓപ്പൺ ആയിരിക്കും. ടോ 1 ഓപ്പൺ സെറ്റുകളുടെയൊക്കെ ഇൻവേഴ്സ് ഇമേജ് ഓപ്പൺ ആയിരിക്കും. ഇനി ടോ 2 അതിനേക്കാളും സ്ട്രോങ്ങർ ആണ്. അപ്പോൾ ടോ 2 അതിനേക്കാളും മെമ്പേഴ്സ് കൂടും. അതിൻ്റെ ഇൻവേഴ്സ് ഇവിടെ YAയിൽ ഓപ്പൺ ആണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ടോ 1 വലിയൊരു ടോ 2 എടുത്താൽ അതിൽ ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ടോ 1 വീക്കറായിട്ടുള്ള ടോ 2 എടുക്കുന്നു. ടോ 1 കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോ 2 കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്കറിയാം ടോ 1 കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സിൽ ടോ 1 ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഇവിടെ YAയിൽ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോ 1 എല്ലാ സബ്സെറ്റിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഓപ്പൺ ആണെങ്കിൽ ടോ 2 എടുത്ത് കഴിയുമ്പോൾ ടോ 2 സാധനം ടോ 1 മാത്രമല്ലേ, അതിനേക്കാളും കൂടുതലില്ലല്ലോ, കുറവല്ലല്ലോ. അപ്പോൾ ടോ 2 ഏത് എലമെൻറ്റിൻ്റെയും ഏത് സബ്സെറ്റിൻ്റെയും ഇൻവേഴ്സ് ഇമേജ് ഓപ്പൺ ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് പറയാം, ഒരു ടോപ്പോളജിയിൽ, ഒരു പെർട്ടിക്കുലർ ടോപ്പോളജിയിൽ ഈ FI ഫ്രം YA to X എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനേക്കാളും വീക്കറായിട്ടുള്ള എല്ലാ ടോപ്പോളജിയിലും ഈ FIs കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെ പോയി ഡിസ്ക്രീറ്റ് ടോപ്പോളജിയിൽ കണ്ടിന്യൂസ് ആണെന്നുള്ള ട്രിവിയലാണ്. അപ്പോൾ നമുക്ക് ടോ 1 ഫൈനറായ ടോ 2 കണ്ടിന്യൂസ് ആയിരിക്കും, അതിനേക്കാളും ഫൈനറായ ടോ 3 കണ്ടിന്യൂസ് ആയിരിക്കും, ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ പോയിട്ട് നമുക്ക് ഏറ്റവും വലുതായിട്ട് കിട്ടുന്ന ഈ ടോപ്പോളജിയിൽ ഏതിലാണോ, അതായത് ഇതിൻ്റെ ഇപ്പുറത്തൊന്നും ഉണ്ടാവരുത്, ഈ ടോപ്പോളജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയുള്ള ടോപ്പോളജി, എക്സിലുള്ള ടോപ്പോളജി ടോ 1, ഇങ്ങനെ FI ഫ്രം YA to X കണ്ടിന്യൂസ് ആവുന്ന ഇങ്ങനത്തെ വലിയ ടോപ്പോളജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്രോബ്ലം. ഇനി ഇതിൻ്റെ ഡ്യുവൽ പ്രോബ്ലം ഉണ്ട്. അതായത് ഇതിൻ്റെ ഡ്യുവൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് ഓപ്പണും ക്ലോസ്ഡും പഠിച്ചു. ഓപ്പണും ക്ലോസ്ഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്യുവലാണ്. അങ്ങനെ ഡ്യുവലായിട്ടുള്ള, അതായത് ഒന്നിന് പ്രൂവ് ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒക്കത്തിൻ്റെ ഡ്യുവൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ മറ്റേതിൻ്റെ പ്രൂഫാകും. എല്ലാത്തിൻ്റെയും പേരിൻ്റെ എല്ലാം ഡ്യുവൽ എടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഡ്യുവൽ പ്രോബ്ലമാണ് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ നമ്മളെടുത്ത് YAന്ന് Xലേക്ക് ആയിരുന്നു. ഇവിടെ നമ്മൾ എടുക്കുന്നത് Xന്ന് YAയിലേക്ക്. ഇങ്ങനെ ഫങ്ഷൻ FI എടുക്കുന്നു. ഈ YAയിൽ ടോപ്പോളജീസ് ഉണ്ട്, ടോ Y. ഇനി ഈ എല്ലാ FIസും കണ്ടിന്യൂസ് ആവത്തക്ക രീതിയിൽ Xൽ ഒരു ടോപ്പോളജി ഡിഫൈൻ ചെയ്യണം. അപ്പോൾ Xൽ ഒരു ടോപ്പോളജി ഡിഫൈൻ ചെയ്താൽ നമുക്കറിയാം ട്രിവിയലായിട്ടൊരു ടോപ്പോളജി ഉണ്ട്. ആ ടോപ്പോളജിയാണ് Xലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് FI കണ്ടിന്യൂസ് ആണ്. അതേതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യണം. കണ്ടിന്യൂറ്റിൻ്റെ ഡെഫിനിഷൻ എന്താ പറയുന്നത്, ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഇവിടെ ഓപ്പൺ ആയിരിക്കണം. അതായത് ഇവിടെ ടോ വൈയിൽ എടുത്ത സാധനത്തിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഇവിടെ ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിൽ ഏറ്റവും വലിയ ടോപ്പോളജിയായ ഡിസ്ക്രീറ്റ് ഇടുന്നു. ഡിസ്ക്രീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടോ വൈയിൽ ഏത് സബ്സെറ്റ് എടുത്താലും അതിൻ്റെ ഇൻവേഴ്സ് എക്സിൻ്റെ ഇതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കുമല്ലോ. ആ സബ്സെറ്റ് ഓപ്പൺ, ഡിസ്ക്രീറ്റ് ടോപ്പോളജിയിൽ എല്ലാ സബ്സെറ്റും ഓപ്പൺ ആണ്. അപ്പോൾ അത് ഓപ്പൺ ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് പറയാം, ഈ എക്സിൽ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ, അതായത് ഒരു ഡിസ്ക്രീറ്റ് സ്പേസിൽ നിന്ന് പോകുന്ന എല്ലാ ഫങ്ഷൻസും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പം നമുക്ക് അവിടെ കിട്ടിയ ഇൻഡിസ്ക്രീറ്റിൻ്റെ ഡ്യുവലാണ് ഡിസ്ക്രീറ്റ്. അപ്പം അവിടെ നമ്മൾ YAന്ന് Xലേക്കായിരുന്നു, ഇവിടെ Xന്ന് YAയിലേക്കാണ്. ഇനി നമ്മൾ നോക്കുക, അവിടെ ഞാൻ പറഞ്ഞത് ഒരു ടോ 1 കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനേക്കാളും ഫൈനറായിട്ടുള്ള എല്ലാത്തിലും കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ അപ്പോൾ അതിൻ്റെ ഡ്യുവലായിരിക്കും വരിക. നോക്കി നോക്കൂ, ഒരു ടോ 1 കിട്ടിയാൽ
അതിനേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ടോ 2ൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. എങ്ങനെ നോക്കി നോക്കൂ. ഒരു ടോ 1ൽ എക്സിൽ ഞാൻ ടോ 1 ഇടുന്നു. സോറി, ഇവിടെ ഓൾറെഡി ടോ ആയി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ U1 U2 എന്നിടുന്നു. അപ്പം ഞാൻ എക്സിൽ U1 ഇടുന്നു. എക്സിൽ U1 ഇട്ടപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ എന്താ, ടോയിലുള്ള സബ്സെറ്റിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഇവിടെ എങ്ങനെയായിരിക്കും, U1ൽ ഓപ്പൺ ആയിരിക്കും, അഥവാ U1ലെ എലമെൻ്റ് ആയിരിക്കും. ഇനി U1 മാറ്റി ഞാൻ U2 ഇട്ടാലോ, ടോയിലുള്ള എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് ഇമേജ് അത് ഓൾറെഡി എവിടെയുണ്ട്, U1ലുണ്ട്. U1ലുള്ളതൊക്കെ U2ലുണ്ട്. അപ്പോൾ അത് U2ലും ഉണ്ടാവും. അതുകൊണ്ട് U2ലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം U2 ടോ y കണ്ടിന്യൂസ്. ആദ്യം നമുക്ക് കിട്ടിയത് U1 ടോ y കണ്ടിന്യൂസ് എന്നായിരുന്നു. ഇപ്പോൾ U1നേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള U2 എടുത്തപ്പോൾ U2 ടോ y കണ്ടിന്യൂസ് എന്ന് കിട്ടി. ഇങ്ങനെ നമുക്ക് ഒരു നേരത്തെ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു, നമ്മളെങ്ങനെയായിരുന്നു ടോ 1 എടുത്തത്, ടോ 1 അല്ല സോറി U1 എടുത്തത് എങ്ങനെയായിരുന്നു, U1 എടുത്തത് ഏറ്റവും എല്ലാ FIസിനെയും കണ്ടിന്യൂസ് ആക്കുന്ന ഏറ്റവും നമ്മൾ ആദ്യം എടുത്തത് ഇങ്ങനെയായിരുന്നു, U3 സബ്സെറ്റ് ഓഫ് U4 സബ്സെറ്റ് ഓഫ് U1 ഇങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളെടുത്തത് ഇതിലത്തെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആണ് എടുത്തത്. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഏറ്റവും ഇങ്ങനെയുള്ളതിൽ ഏറ്റവും വീക്കസ്റ്റ്, ഏറ്റവും വീക്കറായിട്ടുള്ള ടോപ്പോളജി ഏതാണോ അതായിരിക്കും നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പോളജി. അതായത് ഇവിടെ ഡിസ്ക്രീറ്റ് ടോപ്പോളജി ആണെങ്കിൽ എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും. ഡിസ്ക്രീറ്റ് ടോപ്പോളജിയിൽ അതിനേക്കാളും വീക്കറായിട്ടുള്ള ഒരു ടോപ്പോളജി എടുക്കുന്നു. ആ വീക്കറായിട്ടുള്ള ടോപ്പോളജി എക്സിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ FIസും കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ അതാ പറയുന്നത്, ലെറ്റ് YA to IA be an indexed family of topological space and FI belongs to be the indexed collection of functions such that each FI is a function from X to YA. What topology tau on X is make FI tau I continuous. അതുപോലെ അടുത്തത് രണ്ടാമത്തെ പ്രോബ്ലം YA to OA ഇൻഡെക്സ്ഡ് ഫാമിലി ഓഫ് ടോപ്പോളജിക്കൽ സ്പേസസ് ആണ്. FI എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ്ഡ് ഫാമിലി ഓഫ് ഫംഗ്ഷൻ ഫ്രം YA ഇൻറ്റു X ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൽ ഏത് ടോപ്പോളജി ടോ ആണ് ഇതിന് ടോ ഐ യു കണ്ടിന്യൂസ് ആക്കുന്നത്, FIനെ ടോ ഐ യു കണ്ടിന്യൂസ് ആക്കുന്നത്. പിന്നെ നമ്മൾ ഡ്യുവാലിറ്റി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ എക്സിസ്റ്റൻസ് ഇങ്ങനെ ഒരു നമ്മൾ പ്രോബ്ലം വണ്ണിൽ നമ്മളൊരു ടോപ്പോളജി ടോപ്പോളജി കിട്ടാൻ നോക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ആ ടോപ്പോളജി എക്സിസ്റ്റ് ചെയ്യില്ലേ എന്നറിയണം. അങ്ങനെ ഒരു വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പോളജി എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നറിയണം. അപ്പോൾ അതിൻ്റെ എക്സിസ്റ്റ് ചെയ്താൽ അതിനെ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം, എങ്ങനെയായിരിക്കും ആ ടോപ്പോളജി ഉണ്ടാവുക എന്നതിനെ കുറിച്ചാണ് അടുത്ത തിയറം പറയുന്നത്. അപ്പോൾ തിയറത്തിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ദർ എക്സിസ്റ്റ് എ യുണീക്ക് സ്മോളസ്റ്റ് ടോപ്പോളജി ടോ ഓൺ എക്സ് വിച്ച് മേക്സ് ഈച്ച് FI കണ്ടിന്യൂസ് വിത്ത് ദി നൊട്ടേഷൻ ഓഫ് പ്രോബ്ലം 1. അതായത് നൊട്ടേഷൻ ഓഫ് പ്രോബ്ലം 1 വെച്ചിട്ട് FI എക്സ് നിന്ന് YAയിലേക്കുള്ള ഒരു ഫങ്ഷൻസുകളുടെ കളക്ഷനാണ്, ഇൻഡെക്സ്ഡ് ഫാമിലി ഓഫ് ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ്. YAയിൽ ടോപ്പോളജീസ് ടോ ഐ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിൽ ഒരു യുണീക്ക് ടോപ്പോളജി, യുണീക്ക് സ്മോളസ്റ്റ് ടോപ്പോളജി ടോ ഓൺ എക്സ് വിച്ച് മേക്സ് ഈച്ച് FI കണ്ടിന്യൂസ്. ഈച്ച് FIനെയും കണ്ടിന്യൂസ് ആക്കുന്ന യുണീക്കായിട്ടുള്ള സ്മോളസ്റ്റ് ആയിട്ടുള്ള, അതായത് വീക്കറായിട്ടുള്ള ടോപ്പോളജി എല്ലാ FIനെയും കണ്ടിന്യൂസ് ആക്കുന്ന അത് എക്സിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നു അങ്ങനെയുള്ള ഒരു ടോപ്പോളജി സ്ക്രിപ്റ്റ് D ആണെന്ന് എടുക്കുന്നു.
ഇത് ഇവിടെ ഡി, ഇവിടെ ടോ വൈ. അപ്പം ഡി ടോ വൈ കണ്ടിന്യൂസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഡിയിൽ എന്തൊക്കെ വരും? നമുക്കറിയാം ഇത് കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ ഈ വൈ ഐയിലുള്ള ഓപ്പൺ സെറ്റുകളുടെ ഇൻവേഴ്സ് ഇമേജ് ഒക്കെ ഇവിടുത്തെ ടോപ്പോളജിയിൽ വരണം. അപ്പോൾ ഈ വൈ ഐയിലുള്ള ഓപ്പൺ സെറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ഐൻ്റെ ടോപ്പോളജീസ് ടോ ഐ ആണ്. അപ്പോൾ ടോ ഐയിലുള്ള മെമ്പേഴ്സാണ് ഇവിടുത്തെ ഓപ്പൺ സെറ്റ്സ്. അപ്പോൾ ആ ഓപ്പൺ സെറ്റ്സിൻ്റെ ഇൻവേഴ്സ്, അപ്പോൾ ടോ ഐയിലുള്ള വി ഐകൾ ഞാൻ എടുക്കുന്നു. ആ വി ഐകളുടെ ഇൻവേഴ്സ് എഫ് ഐ ഇൻവേഴ്സ് ഓഫ് വി ഐ ഇത് എന്താവണം? എക്സിൻ്റെ ടോപ്പോളജിയിൽ ഉണ്ടാവണം. എന്നാലേ ഉള്ളൂ നമ്മളെ കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ എക്സിൻ്റെ ടോപ്പോളജിയിൽ എന്തായാലും വേണ്ട സാധനങ്ങളാണ് എഫ് ഐ ഇൻവേഴ്സ് ഓഫ് വി ഐ. അപ്പോൾ ആ കളക്ഷനെ എഫ് ഐ ഇൻവേഴ്സ് ഓഫ് വി ഐ ബിലോങ്സ് ടു വൈ, ഐ ബിലോങ്സ് ടു ഐ, ആ കളക്ഷനെ ഞാൻ എസ് എന്ന് വിളിക്കുന്നു. ഇനി ഈ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ സബ്സെറ്റ്സുകളുടെ കളക്ഷനാണ്. നമുക്കറിയാം സബ്സെറ്റ്സുകളുടെ കളക്ഷൻ ആയതുകൊണ്ട് അത് ടോപ്പോളജി ആവണമെന്നില്ല. ടോപ്പോളജി ആവണമെന്നുണ്ടെങ്കിൽ കുറേ കണ്ടീഷൻസ് ഉണ്ട്. 3 ആക്ഷൻസ് ഉണ്ട്. ഫൈയും എക്സും അതിലുണ്ടാകണം. അതുപോലെ ആർബിട്രറി യൂണിയൻ, പിന്നെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ, ഇതെല്ലാം ഉണ്ടാവണം. എന്നാലേ ഉള്ളൂ അത് ടോപ്പോളജി ആകുള്ളൂ. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന എസ് എന്ന് വെച്ചാൽ എക്സിൻ്റെ സബ്സെറ്റ്സുകളുടെ ഒരു കളക്ഷൻ മാത്രമാണ്. അതിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മൾ സബ് ബേസിസിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞിരുന്നു, നമുക്കൊരു സബ്സെറ്റ്സ് ഓഫ് എക്സുകളുടെ കളക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു ടോപ്പോളജി ആക്കിയിട്ട് മാറ്റാൻ പറ്റും. എങ്ങനെ? അതിലേക്ക് എല്ലാ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷനും ഇടുന്നു, എല്ലാ ആർബിട്രറി യൂണിയനും ഇടുന്നു. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് അതിന് ഒരു ടോപ്പോളജി ആക്കി മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു. അതായത് ആ സബ്സെറ്റ്, ആ സബ് ബേസിസ് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജിയാണത്. സബ് ബേസിസ് ജനറേറ്റ് ബൈ എസ്. അപ്പോൾ ആ ടെക്നിക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ് ആണ്. എസ് ടോപ്പോളജി അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എസ് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജീനെ ഞാൻ ടോ എന്ന് വിളിക്കുന്നു. എസ് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജി ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടോപ്പോളജീൻ്റെ ബേസിസ്, സബ് ബേസിസ് ആയിരിക്കും എസ്. അതായത് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആ എസ്സിലുള്ള എലമെൻസുകളൊക്കെ എടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഫൈനൈറ്റ് ഇൻ്റർസെക്ഷനും എടുക്കുന്നു, അതിനുശേഷം എല്ലാ പോസിബിൾ ആയിട്ടുള്ള ആർബിട്രറി യൂണിയനും എടുക്കുന്നു. ആ കളക്ഷൻ, ആ വലിയ കളക്ഷൻ്റെ അകത്ത് എസ് ഉണ്ട്. ആ എസ് ആ ടോപ്പോളജീൻ്റെ സബ് ബേസിസ് ആയിരിക്കും എന്ന് നമുക്കറിയാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ എഫ് ഐ ഇൻവേഴ്സ് ഓഫ് വി ഐ അതിലുള്ളത് കൊണ്ട് തന്നെ എല്ലാ എഫ് ഐസും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ എല്ലാ എഫ് ഐസും എക്സിൽ നമ്മൾ ടോ ആണ് ഇട്ടിരിക്കുന്നത്, ഈ വൈയിൽ ടോ വൈ ആണ്. അപ്പോൾ അത് ടോ വൈ കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഇങ്ങനെ കിട്ടുന്ന ടോപ്പോളജി നമുക്ക് എന്ത് വേണം? ഏറ്റവും വീക്കറായിട്ടുള്ളത് വേണം. നമ്മൾ പ്രോബ്ലം 1 നമ്മൾ നോക്കുന്നത് അങ്ങനെയുള്ള ടോപ്പോളജിയിൽ വീക്കറായിട്ടുള്ള കിട്ടണം. അപ്പോൾ ഈ ടോ എന്ന് പറയുന്നത് വീക്കറാണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സ്ക്രിപ്റ്റ് ഡി എനി ടോപ്പോളജി ഓൺ എക്സ് ഫോർ വിച്ച് എഫ് ഐ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോ സബ്സെറ്റ് ഓഫ് സ്ക്രിപ്റ്റ് ഡി ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡി ഈസ് എനി അതർ ടോപ്പോളജി ഓൺ എക്സ് വിച്ച് മേക്സ് ഈച്ച് എഫ് ഐ കണ്ടിന്യൂസ്. എല്ലാ എഫ് ഐനെയും കണ്ടിന്യൂസ് ആക്കുന്ന മറ്റൊരു ടോപ്പോളജി ഡി ഞാൻ എടുക്കുന്നു. അങ്ങനെ ഡി എടുത്താൽ നമുക്കറിയാം ഇത് കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ എഫ് ഐ ഇൻവേഴ്സ് ഓഫ് വി ഐ അതിലുണ്ടാവണം. എന്നാലേ ആ ടോപ്പോളജിയിൽ അത് ഉണ്ടെങ്കിലേ ഉള്ളൂ ഇൻവേഴ്സ് ഇമേജ് ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആകുള്ളൂ. അപ്പോൾ എഫ് ഐ ഇൻവേഴ്സ് ഓഫ് വി ഐ അതിൽ വരണം എന്ന് പറഞ്ഞാൽ എസ് ആ ഡീൻ്റെ അകത്തുണ്ടാവണം. അതായത് എസ് സബ്സെറ്റ് ഓഫ് ഡി ആയിരിക്കണം. എസ് സബ്സെറ്റ് ഓഫ് ഡി ആണ്. എസ് സബ്സെറ്റ് ഓഫ് ടോ ആണ്. നമുക്കറിയാം ടോ എന്ന് പറയുന്നത് എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് ടോപ്പോളജിയാണ്. അപ്പോൾ ഡി എസിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടോവിനേക്കാളും വലുതായിരിക്കും. അതായത് ടോ സബ്സെറ്റ് ഓഫ് ഡി ആയിരിക്കും. ദസ് ടോ ഈസ് ദി സ്മോളസ്റ്റ് ടോപ്പോളജി ഓൺ എക്സ് വിച്ച് മേക്സ് ഈച്ച് എഫ് ഐ കണ്ടിന്യൂസ്.
ഇനി പറയാൻ പോകുന്നത് ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച ഈ ടോയ്ക്ക് നമ്മളൊരു പേര് വിളിക്കുന്നു. നമുക്കറിയാം ഇത് ഇങ്ങനെയുള്ള വീക്കസ്റ്റ് ടോപ്പോളജി ഓൺ എക്സ് ആണ്. ഇങ്ങനെയുള്ള മേക്കിംഗ് ഈച്ച് എഫ് ഐ കണ്ടിന്യൂസ്. അതുകൊണ്ട് ഇതിനെ പറയും വീക്ക് ടോപ്പോളജി ഡിറ്റർമൈൻഡ് ബൈ ദി ഫാമിലി ഓഫ് സബ് ഫംഗ്ഷൻ എഫ് ഐ ബിലോങ്സ് ടു ഐ. അപ്പോൾ വീക്ക് ടോപ്പോളജി ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയുക വൈ ഐ ബിലോങ്സ് ടു ഐ, വൈ ടോ ഐ ബിലോങ്സ് ടു ഐ ഇസ് എ കളക്ഷൻ ഓഫ് ടോപ്പോളജിക്കൽ സ്പേസസ്. എഫ് ഐ ഫ്രം ഇത് എവിടുന്ന് എങ്ങോട്ടാണ് എന്നുള്ളത് മാറിപ്പോകരുത്. എപ്പോഴും ആലോചിക്കുക, വീക്ക് ടോപ്പോളജി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് ഡിസ്ക്രീറ്റ് കാണേണ്ടത്. ഡിസ്ക്രീറ്റിനേക്കാളും ചെറുതായിട്ടുള്ള എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ എഫ് ഐ ഫ്രം എക്സ് ടു വൈ ഐ എല്ലാ ഈച്ച് എഫ് ഐനെയും കണ്ടിന്യൂസ് ആകത്തക്ക രീതിയിൽ എക്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ടോപ്പോളജിയെ വീക്കസ്റ്റ് ടോപ്പോളജി ഓൺ എക്സ് മേക്കിംഗ് ഈച്ച് എഫ് ഐ കണ്ടിന്യൂസ് ഈസ് കോൾഡ് ദി വീക്ക് ടോപ്പോളജി ഡിറ്റർമൈൻഡ് ബൈ ദി ഫാമിലി ഓഫ് ഫംഗ്ഷൻ. ഈ ഫാമിലി ഓഫ് ഫംഗ്ഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്ന വീക്ക് ടോപ്പോളജിയാണ് ഇതെന്ന് നമ്മൾ കാണിക്കും. ഓക്കെ.